ഹേ ഗായ്സ്, എന്തെങ്കിലും ശേഷം സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത് 1-to-1 കൺസൾട്ടേഷനിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിഗാർഡിങ് പുതിയ വിസ നിയമങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ 9 നിലവിൽ വന്ന നിയമങ്ങളും അതിൻ്റെ കുറേ സംശയങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഗ്രാജുവേറ്റ് വിസ ഒരു പുതിയ അപ്ഡേറ്റ്. ഞാനത് കഴിഞ്ഞ മുമ്പ് ദിവസം ഒരു വീഡിയോ ചെയ്ത് ഞാനിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾ. സോ ഗായ്സ്, ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK വരാൻ നിൽക്കുന്നവരെ കുറേ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നത് നല്ലതാണോ, സ്റ്റുഡൻറ്റ് വിസ എടുക്കണോ, ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനൊപ്പം തന്നെ ഏപ്രിൽ 9 വന്ന കുറേ നിയമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, പലരെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ അതിൻ്റെ അവസാനം കുറച്ച് കൊടുക്കുന്നുണ്ട്. എനിവേ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. സോ ഇപ്പം നമുക്ക് ഗ്രാജുവേറ്റ് റൂട്ട് വിസയെ കുറിച്ച് നമ്മളിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് ബോറിസ് ജോൺസൺ ഗവൺമെൻറ് വന്ന ശേഷമാണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസ പിന്നെയും റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതൊരു വലിയൊരു ലോട്ടറി ആയിരുന്നു. കാരണം അതിന് മുമ്പ് വരെ 6 months ആയിരുന്നു ഇവിടെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഉണ്ടായിരുന്നത്. അതായത് ഒരു PSW, ഇപ്പോൾ ഒരു പഠനത്തിന് ശേഷം നമുക്ക് നിൽക്കാൻ വേണ്ടി ഒരു 6 മാസം ജോലി നോക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് പിന്നെ അതിൻ്റെ എത്രയോ വർഷം മുമ്പായിരുന്നു ഈ പറഞ്ഞ 2-year വിസ ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വിസ സ്കീം പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ. അതൊക്കെ നിർത്തി വീണ്ടും അതിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ, ചിലപ്പോൾ അത് എടുത്ത് മാറ്റാൻ തന്നെ ഒരു സാഹചര്യം ഉടലെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതാണ് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നത്. ഒന്നാമത്, ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഇപ്പോൾ UK ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, ബില്യൺസ് പോക്കറ്റിൽ വീണില്ലേ ഗവൺമെൻറ്റിൻ്റെ? തീർച്ചയായിട്ടും അവർക്ക് ബില്യൺസ്, 41 ബില്യൺ 50 ബില്യണൊക്കെ അവരുടെ പോക്കറ്റിൽ വീണിട്ടുണ്ടായിരുന്നു, ഒരു ഡൗട്ടുമില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു ബില്യൺ കണക്കുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഒന്നും നോക്കാതെ കൺസർവേറ്റീവ് പാർട്ടി ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയത്. ഓക്കെ. അവർ ആ ഒരു കാര്യം നോക്കുന്നില്ല. കാരണം അവരുടെ നിലനിൽപ്പ് എന്നുള്ളതാണ്. നിലനിൽപ്പിന് വിസ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ നെറ്റ് മൈഗ്രേഷൻ വലിയ രീതിയിൽ കൂടുന്നു. സ്റ്റുഡൻസിൻ്റെ ചൂഷണങ്ങൾ, അതായത് സ്റ്റുഡൻസിനെ കൊണ്ട് ഒന്ന് ചൂഷണത്തിൽ ഇരയാക്കുന്നതും, യൂണിവേഴ്സിറ്റികൾ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. സോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ എടുത്ത് വന്ന് ജോലി കിട്ടാതെ, ഇല്ലെങ്കിൽ അവരെയും പല രീതിയിൽ റേസസിൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ തോൽപ്പിച്ചു വിടുന്ന കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ആണ് ഇങ്ങനെ ഒരു നയത്തിൽ കൊണ്ടുവരുന്നത്. അതിനെല്ലാത്തിനും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ വിസ കിട്ടാതെ ഇരുന്ന സ്റ്റുഡൻസ് ഏകദേശം ഒരു 16,000 പേര് 2024 അസൈലം അപ്ലൈ ചെയ്തു. ഞെട്ടണ്ട, കാരണം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ അസൈലം അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. നമ്മുടെ ഇന്ത്യക്കാർക്ക് അസൈലം കിട്ടാനുള്ള സാധ്യതകൾ വെറും 100-ൽ ഒരു 10% അതിന് താഴെ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയില്ല. അവർക്ക് വിസ മീൻസ് അത് റെഫ്യൂസ് ആവും, അവരെ ഇവിടെ നിന്ന് കയറ്റിവിടുക തന്നെ ചെയ്യും. ഓക്കെ. പക്ഷേ ഒരുപാട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരും മറ്റുള്ളവർ വരുന്ന കൺട്രീസിന് അത് ഭയങ്കര ലാഭമാണ്. കാരണം വെച്ചാൽ അവരിവിടെ വന്ന് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അസൈലം അപ്ലൈ ചെയ്യാം. അപ്പോൾ 10-16 പേരിൽ അപ്ലൈ ചെയ്തതിൽ ഇന്ത്യക്കാരും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് രാജ്യക്കാരുണ്ട്. അതിനകത്ത് കിട്ടിയവരുടെ കണക്കായിരിക്കും, കിട്ടാത്തവരുടെ കണക്ക് ഇനി കുറേ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു കാരണമാണ്. അതായത് സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ ഇവിടുത്തെ വിസ സ്കീമിൽ ചൂഷണം, അതായത് മിസ്യൂസ് ചെയ്യുന്ന പരിപാടി ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് കാര്യം, ഇവിടെ ജോബ് കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്നല്ല, നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കി ജോബ് കിട്ടുന്നില്ല, വേറെ വഴിയുമില്ല, അവർക്ക് അസൈലം അപ്ലൈ ചെയ്തിരിക്കാം. സോ അസൈലം അപ്ലൈ ചെയ്യുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് റൂട്ട് വിസേനെ നിർത്തലാക്കുക, ഇല്ലെങ്കിൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസേനെ ചുരുക്കുക. അതായത് 2 years 6 monthsലേക്കോ, അല്ലെങ്കിൽ നേരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ കോഴ്സിന് മാത്രം ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൊടുക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ റെസ്ട്രിക്ഷൻ. അതായത് 2 years ശേഷം ഒരു ജോലി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മിനിമം സാലറി 37 to 40,000 pound, അതായത് 40,000 pound എത്തിക്കുക എന്നുള്ളൊരു കാര്യം ആണ് അവരുടെ കൺസിഡറേഷനിലുള്ളത്. അതാണ് ഡിസ്കഷൻ നടന്നത്. അതിൻ്റെ ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട്, ഗ്രാജുവേറ്റ് വിസ റിഫോം സ്പാർക്സ് റോ ബിറ്റ്വീൻ UK ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും
ഹോം ഓഫീസുമായിട്ടുള്ളൊരു തർക്കത്തിലാണ്. കാരണം ഇവർ ഓൾറെഡി നിയമങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അനൗൺസ് ചെയ്യണം, അതിന് ഈസ്റ്റർ കഴിഞ്ഞിട്ടേ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ ഒരു സംഭവം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേയധികം ക്ലാഷുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്ക് അറിയണം എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ, ഇനി പുതിയ പരിപാടികൾ, പുതിയ മാറ്റങ്ങൾ, ഇതിൽ കൂടുതൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഒന്ന്, സ്റ്റുഡൻസിനെ ചില കോഴ്സുകൾ എടുക്കുന്നതിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്തവർക്ക് ഇവിടെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൊടുക്കാതിരിക്കുക. 2, അവർക്കൊരു സാലറി ത്രഷോൾഡ് എക്സ്ട്രാ വയ്ക്കുക, 30,000 to 40,000 pounds വരെ. ഇതേത് വെച്ചാലും നമുക്ക് പണിയായിരിക്കും. അല്ലെങ്കിൽ 6 മന്തിലേക്ക് ഗ്രാജുവേറ്റ് വിസ ചുരുക്കുക, അപ്പോഴും പണിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇത് ഷൗട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലാഷ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നല്ല പൈസ നേരത്തെ പറഞ്ഞാൽ 41 ബില്യൺ പൗണ്ട് വന്നുകൊണ്ടിരുന്നതാണ്. പല യൂണിവേഴ്സിറ്റികളും പൂട്ടുന്നതിൻ്റെ വക്കിലാണ്. ഇനി ഇത് പൂട്ടിക്കിട്ടും എന്നുള്ള സത്യമാണ്. ഗവൺമെൻറ്റിന് അത് ബോധർ ചെയ്യുന്നില്ല, അത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഇലക്ഷൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തി കാണിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് ഗവൺമെൻറ് പോയിക്കൊടുക്കുക. കാരണം റിഫോം പാർട്ടി, തീവ്ര വലതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടി എന്നൊക്കെ പറയുന്ന റിഫോം പാർട്ടി വൻ രീതിയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുതിച്ചു ചാടുന്ന സമയത്ത് അതിന് തടയിടാനായിട്ട് കൺസർവേറ്റീവിന് പറ്റില്ല, ലേബർ പറ്റില്ല. ഇപ്പോൾ ഒരു മെയ് 1 തീയതി ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, റിഫോം പാർട്ടിയുടെ എത്രത്തോളം ശതമാനം വോട്ട് ഷെയർ കൂടി വരുന്നു എന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരുപാട് ആളുകൾ മാറി ചിന്തിച്ചു. ലേബറിന് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചു, എസ്പെഷ്യലി മൈഗ്രേഷൻ്റെ കേസിൽ ലേബർ അമ്പേ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. ഈ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയാം ലേബറിൻ്റെ എന്താണ്, ലേബർ ഇതിനകത്താണ് സ്കോർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സംഭവത്തിലാണ്, അതിന് ഏപ്രിലിൽ നിയമം കൊണ്ടുവന്നാലാണ് ഈ ലോക്കൽ ഇലക്ഷൻ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കടുകട്ടിയായിട്ടുള്ള സംതിങ് അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് റിഫോം പാർട്ടിയെ തടയാനായിട്ട്. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ UK വരാൻ നിൽക്കുന്നവർ വെയിറ്റ് ചെയ്യുക. അതായത് ഏപ്രിൽ വരുന്ന നിയമങ്ങൾക്ക് ശേഷം മാത്രം അഡ്മിഷൻസ് എടുക്കുക, തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനുള്ളത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കോഴ്സ് കണ്ട കോഴ്സ് എടുത്ത് UK കയറിക്കെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥയില്ലാതെ, എന്താ പറയുക, ജോബില്ലാതെ തിരിച്ച് പോകേണ്ട സാഹചര്യം വരും. പിന്നെ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, ചുമ്മാ ഒന്ന് UK എൻജോയ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, 2 years പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അതല്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കണ്ട കോഴ്സുകളൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല, കണ്ട യൂണിവേഴ്സിറ്റീസ് എടുത്തിട്ട് വരാൻ പറ്റില്ല. അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സ് റാങ്കിങ്, യൂണിവേഴ്സിറ്റി റാങ്കിങ്, എംപ്ലോയബിലിറ്റി റാങ്കിങ്. ഈ റാങ്കിങ്ങിനൊക്കെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ അത് വേറെ സെപ്പറേറ്റ് വീഡിയോ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി മാത്രം UK കയറി വരിക. അല്ലെങ്കിൽ നമ്മളുടെ പരിപാടികൾ പഴയ പോലെ ഏജൻസികൾ തള്ളുകേട്ട് ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോസും കണ്ട് നിങ്ങൾ UK ഇവിടുത്തെ പൂമരങ്ങളും പൂക്കളും പൂത്തതും തേനീച്ചകൾ പാറിപ്പറക്കുന്നതും ഇവിടെയുള്ള ആളുകളുടെ വേഷവിധാനങ്ങളും കണ്ടിട്ട് ഇവിടെയുള്ള റീലിലുള്ള താളമിടിയും കേട്ട് UK കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ താളം തെറ്റും, കുടുംബത്തിൻ്റെ താളം തെറ്റും. ഒരുപാട് പേരുടെ കുടുംബത്തിൻ്റെ താളം തെറ്റി. ഓൾറെഡി ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് UK കയറി വന്ന് ആ ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഒരുപാട് പേരെ അറിയാം. സോ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കൊക്കെ കൊള്ളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏജൻസിക്കാർക്കൊക്കെ കൊള്ളും. എനിക്ക് കയറില്ല, പോയി പണിവെക്കാൻ പറയാൻ അടുത്ത്. കാരണം അറ്റ്ലീസ്റ്റ് ഇവിടെ സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്ന അനേകമായിരം ആളുകൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ കാണാം. ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളെ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്നില്ല. അത് പറയണം എന്നുള്ളത് എൻ്റെ ചാനലിൻ്റെ അത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള നിർബന്ധമാണ്. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരും. അത് ഞങ്ങൾ കറക്റ്റായിട്ട് എടുത്തു തരും. അത് താഴത്ത് ഗൂഗിൾ ഡോക്ക് ലിങ്കും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതാണ് കാര്യം, സത്യം. ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനാണ് ഇത് വരുന്നുണ്ടെങ്കിൽ പ്രോപ്പർ കോഴ്സ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റികൾ പ്രോപ്പറായിട്ട് എടുത്ത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിന് മുമ്പത്തെ ദിവസത്തെ വീഡിയോക്കകത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. UK ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഫീൽഡ്, അതായത് നമ്മുടെ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ഫീൽഡുകളിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ കോഴ്സ് റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി പോരുക. അഡ്മിഷൻ ഞാൻ എടുത്തു തരും, നോ പ്രോബ്ലം. അതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, അഡ്മിഷൻ എടുത്തു തരും. മറ്റൊരു കാര്യം, ഇനി പണ്ടത്തെ പോലെ ഏതെങ്കിലും വിസയിൽ കയറി KR വിസയിൽ കയറി നിൽക്കുക എന്നുള്ള പരിപാടി നടക്കില്ല. കാരണം KR വിസകൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഔട്ട്സൈഡ് കൺട്രി, അതായത് UK പുറത്ത് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ കൺട്രിയിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് എല്ലാം പോയി ഇനി ഒന്നുമില്ല എന്നാൽ KR വിസ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ അപ്പുറത്തോടെ വഴി കാണിച്ചു തരും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട്. ഓക്കെ, സോ ഗൈസ് വളരെ കെയർഫുള്ളായിരിക്കുക. കിട്ടിയ കോഴ്സ് എടുത്ത് വരരുത്. കെയർ ഹോമിൽ കയറാൻ വേണ്ടി ആരും ഇനി UK വരരുത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, തട്ടിപ്പുകൾ അനേകം നിങ്ങളുടെ മുന്നിലോട്ട് കാണും. പല വിസകളും ഓഫർ ചെയ്യും, പല രീതിയിലൂടെ നിൽക്കാമെന്ന് കാണിച്ചു തരും. ആ നിൽക്കുന്നവർക്കായിരിക്കും അവരുടെ കഷ്ടകാലം
അതൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ 1-to-1 കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വിസ സ്കീമും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെ ചോദിക്കാം. നിങ്ങൾ ചോദിച്ചിട്ട് എത്രയോ ലക്ഷങ്ങൾ കൊണ്ട് മുടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു കൺസൾട്ടേഷൻ ഫീ അത് മേടിക്കും. നമ്മളുടെ സമയത്തിന് വിലയുള്ളതുകൊണ്ട് നമ്മളത് മേടിക്കും. നിങ്ങൾക്ക് സമയം ഇപ്പോൾ പലരും അത് വിമർശിക്കുന്നവരുണ്ട്, പോയി പണിയോക്കാൻ പറയും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, എൻ്റെ സമയത്തിന് വിലയുണ്ട്. സോ നമ്മളത് മേടിക്കും. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി, എന്നിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ളത് മാത്രമാണ്. ഇനി കഴിഞ്ഞ ദിവസം വന്ന ഏപ്രിൽ 9 നിയമം. ഏപ്രിൽ 9 നിയമം പലരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നോ ഡൗട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK വിസ റിന്യൂ ചെയ്യാൻ പോകുന്ന സകലരെയും, കാരണം ഏപ്രിൽ 9 നമുക്കറിയാം പലരുടെയും സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 12.82 തന്നെ വേണോ, അതോ നമുക്കൊരു 25,000 പൗണ്ടിന് മേലെ സാലറി കിട്ടിയാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്ത് പറയാം, നിങ്ങൾക്ക് 25,000, 29,000, 30,000 സാലറി കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 12.82 എന്നുള്ള ആ ഒരു പെർ അവർ വേജ് തന്നെ നിങ്ങൾക്ക് വേണം എന്ന കാര്യം അട്ടിയിട്ട് പറയാം. തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ കൺസൾട്ടേഷനിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല NHSകളും അവിടെ 12.21 കൊടുക്കുന്നുള്ളൂ. അതായത് മിനിമം വേജേ കൊടുക്കുന്നുള്ളൂ. റിന്യൂ ചെയ്യുന്ന സമയത്ത് അത് കൂട്ടി തരില്ല എന്ന് പറയും. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ കെയർ ഹോമുകൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിന്യൂ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതേ അവസ്ഥയാണ് നിങ്ങൾക്കുന്നുണ്ടെങ്കിൽ ഒരു മുഴ മുമ്പ് നിങ്ങൾ എറിയുക. നിങ്ങൾ മറ്റ് കെയർ ഹോമുകളിലോ മറ്റ് മറ്റ് NHSകളിലേക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. കുറച്ചും കൂടി വേതനം കൂട്ടി കിട്ടുന്ന, കാരണം 12.8 ഒരു 61 പെൻസിൻ്റെ വ്യത്യാസമാണ് അതിനകത്തുള്ളത്. 61 പെൻസിന് വലിയ വിലയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു സമയമാണ് ഇപ്പോൾ. ഒരു പെൻസിന് പോലും ഇപ്പോൾ വിലയുണ്ട് അതിനകത്ത്. അതായത് നമുക്ക് താഴത്ത് കിടന്ന് കിട്ടുന്ന ഒരു പെൻസ് നമ്മൾ എടുത്തു പോലും നോക്കാറില്ല. പക്ഷേ നിങ്ങളുടെ സാലറിയുടെ ഒപ്പം 12.21 അത് 22 ആക്കിയാലും ഈ 21 ആക്കിയാലും എല്ലാം വിലയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സോ ഗൈസ്, ഒരുപാട് കെയർ ഹോമിൽ ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്, കുറേയധികം കെയറേഴ്സിനെ പിരിച്ചുവിടുകയാണ് എന്നുള്ള രീതിയിൽ. ആകെ മൊത്തം UK പിരിച്ചുവിടലുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ നിയമമാറ്റങ്ങളും അടുപ്പിക്കലും വെറുപ്പിക്കലും ഇത് തന്നെയാണ് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല. കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഈ അടുത്തിടെ കാണുന്നൊരു കമൻറ്റാണ്, താളമടി ഒന്ന് കുറയ്ക്കുകയെന്ന് പറഞ്ഞത്. നീ വേണമെങ്കിൽ വേറെ പോയി ചാനൽ പോയി കണ്ടോ, വേറെ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ പതിയെ മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നവർ, അതാണ് എൻ്റെ ശൈലി. ഓക്കെ, അല്ലാതെ പോലെ അതാ നിയമം വന്നു നാളെ മുതൽ 12.82 ഈ ആർക്കും വിസ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് സാധാരണക്കാർ ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ സാധാരണക്കാർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ നമുക്ക് ചെയ്യണം. ഇനി 12.82 നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിങ്ങളുടെ കെയർ ഹോമിൽ പറയാനുള്ളത്? പലരെ കെയർ ഹോമുകൾ റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കെയർ ഹോമുകളുമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയാം, ഇവർക്ക് ഇനിയൊരു പുതിയൊരാളെ എടുത്താൽ പോലും 12.82 ഇല്ലാതെ ഒരാളെ എടുക്കാൻ പറ്റില്ല. അതിന് പുതിയൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്ന പൈസ ഇവർക്ക് നഷ്ടമാണ്. സോ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്ത് പറയേണ്ടത്, നമുക്ക് ഓൾറെഡി ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയി സെയിം സാലറി തന്നെ പുതിയ ആൾക്കാർക്ക് കൊടുക്കണം. അതുമാത്രമല്ല പുതിയ വിസ ക്രൈറ്റീരിയ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. UK ജോലി പോയവർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി തരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് കൺവീൻസ് ചെയ്യിപ്പിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ,